വെൽക്കം ബാക്ക് ടു ദി DK Tales. എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം എല്ലാവർക്കും ബിലേറ്റഡ് ഹാപ്പി ഓണം. നിങ്ങൾ എത്താൻ കുറച്ച് വൈകിയാലും നിങ്ങൾ എത്തും. ഓക്കെ. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ വർഷവും ആഘോഷിക്കുന്ന പോലെ കിടിലോണം നമ്മൾ ഇത്തവണ ആഘോഷിക്കാൻ പോവാണ് നമ്മുടെ കേസ് സ്ക്വാഡ് ഫാമിലിയുടെ ഒപ്പം. അപ്പോൾ ആക്ച്വലി നമ്മൾ ഓണം കഴിഞ്ഞിട്ടാണ് ഓണം സെലിബ്രേഷൻ വെച്ചേക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ച് വൈകി അങ്ങോട്ടേക്ക്. അപ്പം നമ്മൾ ശിങ്കാരിമണത്തിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങും, എന്നിട്ട് ഓണത്തല്ലിൽ അങ്ങോട്ട് അവസാനിക്കും. അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റുട്ടീൻ എന്ന് പറയുന്നത്. അതെ, പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് ഇതുപോലെ സംസാരിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ബസ്റ്റ് നിങ്ങൾക്ക് എല്ലാം കവർ ചെയ്യാൻ വേണ്ടി നമ്മുടെ വർഗീസ് നമ്മുടെ കൂടെ. ഓക്കെ, അപ്പൊ നമുക്ക് എന്നാ തുടങ്ങല്ലേ? പൊളിക്കല്ലേ? ഓണത്തല്ലേ പോയി പോലെ ഓണത്തല്ല എങ്ങനെയാണ് ഒരു മിനിറ്റ് ഒന്നുകൂടെ പറയുന്നത്. തെക്കേക്കര മടക്കേക്കര തമ്മിലുള്ള വാശിയേറിയ പോരാട്ടമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. കാണാനൊന്നും വേണ്ട, വടക്കേക്കര ജയിക്കും. അല്ല, വടക്കേക്കര നീയാണ് അല്ല, ജയിക്കുന്ന ടീം തന്നെയാ. ഓക്കെ ഗൈസ്, അപ്പോൾ ലെറ്റ്സ് ഗോ. അടുത്തതായി കെ സ്ക്വാഡിന്റെ കുട്ടികൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികളാണ്. ആരും പോയതെന്ന് അറിയിച്ചോളുന്നു. പിന്നെ എന്നോട് ഫ്ലോയിൽ വരുന്നല്ലേ, എല്ലാം കഴിഞ്ഞപ്പോ ഒരാൾ വരുന്നത്. ഒരു കാർനാട യാത്രക്കാരെ ഞങ്ങൾ കണ്ടുമുട്ടി. അവനിട്ടിരിക്കുന്ന ടീഷർട്ട് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. മൊത്തം കാണിക്കണ്ട അപ്പൊ. അടിയിൽ കാണിക്കണ്ട, മുകളിൽ മാത്രം കണ്ടാൽ മതി. പായസം ഇത് വേണം, പാല് വേണം, പരിപ്പ് വേണം. പരിപാടി തുടങ്ങുന്നുള്ള അടിപൊളിയായിട്ടുണ്ട്.
എല്ലാവരും വെള്ളമൊക്കെ കുടിച്ച് റിലാക്സ് ആയതിനു ശേഷം ഇവിടെ വന്നിരിക്കാം. നമുക്ക് പയ്യെ ഓണത്തിന് സ്റ്റാർട്ട്. കിടിലോണം ആരംഭിക്കണം. അയ്യേ കൊളയടാ. അതിനായി ഞാൻ സേച്ചറിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. അടുത്തത് നമ്മുടെ കിടിലോണത്തിന്റെ തുടക്കമാണ്. അത് ആരംഭിക്കാൻ പോകട്ടാ. അവസാനിക്കാൻ പോവുകയാണ്. ഫൈനൽ സ്റ്റേജ് is going on. The Indian outcome stage of the India. Sania. Kara. അതിഗംഭീരമായി ഈ പ്രോഗ്രാം വിജയിപ്പിച്ച എനിക്ക് എല്ലാവർക്കും കൈയ്യടിക്കുന്നുണ്ട്. ഒന്നും പറയണ്ട, ഒന്നുകൂടി വിശദമായി പറയാണ്, തെറ്റിക്കരുത്. ഇത് കുളം, ഇത് കര. കോൺസെൻട്രേഷൻ ആണ് വേണ്ടത് ഒരു ഡാൻസിനെ സംബന്ധിച്ച്. ഓക്കെ, ടീം ക്യാപ്റ്റന് എന്താണ് സംസാരിക്കുന്നത് നമുക്കറിയാം. പക്ഷേ ഉണ്ടല്ലോ, കുളങ്ങര പറയണ കുളങ്ങര മാത്രമേ പറയാനുള്ളൂ. അതിന്റെ അങ്ങനെ ഇങ്ങനെ മറ്റൊന്നും അല്ല, തോറ്റ് കഴിഞ്ഞ എല്ലാവരും ഇങ്ങനെ തന്നെ പറയാം. ഓക്കെ, കുഴപ്പമില്ല.
വളരെ സ്പഷ്ടമായി മലയാളം സംസാരിക്കാൻ അറിയുന്ന ഒരു കുട്ടിയായിരിക്കണം. അപ്പൊ അതിന് വസ്ത്രാലങ്കാരം ഇമ്പോർട്ടന്റ് ഉണ്ടോ? മലയാളി മക്കളെന്ന് പറയുമ്പോൾ നമ്മളെ പോലെ ചമഞ്ഞൊരുങ്ങി അണിഞ്ഞൊരുങ്ങി വരണം എന്നാണ് നിയമം. അല്ല, ഇവിടെ ഉള്ളവരെല്ലാവരും അണിഞ്ഞൊരുങ്ങി വന്നവരാണല്ലോ. അപ്പൊ മലയാളി മകൻ എന്ന് മനസ്സിലായ? അപ്പൊ ഇവിടെ വന്ന മംഗനില്ല ആ പുരുഷ കേസരിയാണ്. നമുക്ക് അടുത്ത പ്രാവശ്യം ഓണം വലുതായി ആഘോഷിക്കുമ്പോ പുരുഷ കേസരി നമുക്ക് ആഘോഷിക്കാം. അപ്പൊ നമുക്ക് മലയാളി മംഗ കോമ്പറ്റീഷൻ തുടങ്ങാൻ പോവുകയാണ്. പങ്കെടുക്കാൻ താല്പര്യമുള്ളവരെല്ലാവരും മഹാബലിയുടെ ഭരണകാലത്ത് നടന്നിരുന്ന ഒരുപാട് നല്ല എല്ലാവരുടെയും ഒത്തൊരുമയും അവരുടെ നടന്നിരുന്ന സമൃദ്ധിയും കണ്ട് അതിൽ അസൂയ കൊണ്ട് വാമനൻ വന്ന് മഹാബലിയെ ചവിട്ടിക്കാഴ്ത്തി എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം ഐതിഹ്യങ്ങളാണ്. 2-3 ഐതിഹ്യങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. കൊയ്ത്തിന്റെ ഒരു ഉത്സവമാണ് ശരിക്കും ഓണം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മിസ്റ്റി എൽസ മാത്യു. അക്ഷര നഗരികളുടെ നാടെന്നറിയപ്പെടുന്ന കോട്ടയത്ത് മലയാള നാടിനെ സ്നേഹിക്കുന്ന എല്ലാ മലയാളികൾക്കും ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ഒരുമയുടെയും 1000 ഓണാശംസകൾ നേരുന്നു. കിടിലോണത്തിന് വന്നിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ഗെയിമാണ് സ്റ്റെപ്പ് ചലഞ്ച്. ആർക്കാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടണേ അവരെ ഞാൻ വിജയമായിട്ട് പ്രഖ്യാപിക്കാം.
റൗണ്ട് പക്ഷേ വെറും പൂജ്യത്തിൽ നിന്നാണ് വിജയികളായിരിക്കുന്നത് എന്റെ മക്കളുടെ റീൽസിന് അഡിക്റ്റാണ് നമ്മളാരും കേൾക്കാൻ ഒഫീഷ്യൽ ഓണാഘോഷം പകുതി വരെ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഒഫീഷ്യൽ ഓണാഘോഷം കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള പകുതിയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഓണക്കല്ലാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം. നമ്മളതിന് വെൽ സെറ്റ് സ്കൂളുകളിൽ നിന്നും കുട്ടികൾ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഓണക്കല്ലാണ്. അതായത് 1 vs 1 ഓപ്പൺ സ്റ്റൈൽ ഡാൻസ് ബാറ്റിലാണ് ഇനി ഇവിടെ നടക്കാൻ പോകുന്നത്. എവിടെയായിരുന്നു അങ്കമ്പട്ടൊക്കെ കഴിഞ്ഞ് ചേട്ടാ ക്ഷീണത്തില്ല. 1.5 ആർമാദിക്കലായിരുന്നു. സൂപ്പറായിരുന്നു. അതെ, ഇന്ന് മറ്റേ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. പക്ഷെ ഉള്ള കുട്ടികൾ പൊളിച്ചടക്കി. അത്രേ ഉള്ളൂ. ഉള്ളത് കൊണ്ട് ഓണമല്ല, അതാണ് നമ്മുടെ ഇത്തവണത്തെ സ്ലോഗൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാറ്റിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ DJ അണസ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്, MC എത്തിയിട്ടുണ്ട്, ജഡ്ജ് ഏതാനും നിമിഷമൊക്കെ കൂടെ എത്തിച്ചേരുന്നതായിരിക്കും. പായസം എത്തിയിട്ടുണ്ട്. അവിടെ എല്ലാവരും കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, അപ്പോൾ ഒന്നും നോക്കണ്ട. നിങ്ങളുടെ കുടുംബത്തിൽ ഡാൻസ് ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കം ജോയിൻ കേസ്കോട്ട് ഫാമിലി. അവിടെ ഏതൊക്കെ പിള്ളേരോട് സൊള്ളാൻ പോയൊക്കെയാണ് പരിപാടി കഴിഞ്ഞു. അതെ, എന്നോട് ചോദിക്കുകയാണ് ഇന്ന് പ്രാക്ടീസ് ഉണ്ടോന്ന്. സെലിബ്രേഷനൊക്കെ വേറെ, പ്രാക്ടീസ് ഒക്കെ വേറെ. ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന്. സെലിബ്രേഷൻ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഓണത്തല്ല് നമ്മൾ കൃത്യസമയത്ത് തുടങ്ങി, കൃത്യസമയത്ത് അവസാനിച്ചു. അതുമാത്രമല്ല, ഓണത്തല്ല് എന്നുള്ള പേരിൽ ഇതുവരെ തല്ലില്ലാതെ ഒരു പരിപാടി കഴിഞ്ഞു പോകുന്നതും
ആദ്യമായിട്ടായിരിക്കും അത് കേസ് കോഡിന്റെ വ്യക്തവും പേരിലിരിക്കട്ടെ. സ്പഷ്ടവുമായി ഞങ്ങൾ പറയുന്നു. അതെ അതെ അതെ, ഒരു ഈ ഓണത്തല്ല് എന്ന പേരിൽ ഒരു തല്ല് പോലും ഇല്ലാത്ത പരിപാടി. അതെ. അയ്യോ ഇനി ഇവിടെ അങ്ങോട്ട് തല്ലുന്നുണ്ടാവല്ലേ? Guys, ഒന്ന് വരാമോ? Could you please join us? അങ്ങനെ ആദ്യത്തോണ്ടാണ്. ഓക്കെ, അങ്ങനെ നമ്മുടെ കിടിലോണം സീസൺ 2 ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ നമ്മള് ഇന്നലെ രാത്രി നിന്നിട്ട് ദൈവത്തിൽ കുറെ പേര് കുറവില്ലാത്തുണ്ട് പറയുമ്പോ എല്ലാം പറയണമല്ലോ. ഇതില് കുറെ പേരുണ്ട്, കുറെ പേര് സഹായിച്ചവരുണ്ട്. അവര് രാത്രി 3 മണി 4 മണി വരെ നിന്ന് ഇത് ഇവിടെ കാണുന്ന എല്ലാ ഡെക്കോറും അവരാണ് ചെയ്തത്. നിങ്ങൾക്ക് കാണാൻ അറിയില്ല, ഈ ഫ്ലോർ നിറച്ച് തുമ്പികളുണ്ട്. അത് ഞങ്ങളുടെ അമ്മയുടെ ഡിസൈനാണ്. നിറച്ച് തുമ്പികളാണ് ഇവിടെ നിന്നല്ലോ. എല്ലാം കഴിഞ്ഞ് ഭ്രാന്ത് പിടിച്ചെല്ലാം എല്ലാം നുള്ളി പൂക്കൾ ഇട്ട് കഴിഞ്ഞ് പോകുമ്പോ എന്നോട് ഒരു തുമ്പിയായിട്ട് വന്നിട്ട് പറയാ, ചേട്ടാ നമുക്കിവിടെ നിറച്ച് തുമ്പിലിട്ടാ. ഞാൻ പറഞ്ഞു അല്ല അങ്ങനെയല്ല പറഞ്ഞേ, എന്തൊക്കെ ഇടണം. അപ്പൊ തുമ്പി, ആന, ഓലപ്പന്ത്, പമ്പരം, അടിപൊളി, ഇതൊക്കെ നീ നാളെ കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോ ഒന്നുമില്ലെങ്കിൽ ഞാൻ തുമ്പിനെ കൊണ്ടുവരുന്ന പറഞ്ഞാണ്. അല്ല ഈ വർഷം മുതൽ അവന് എല്ലാ മാസവും മുടങ്ങാതെ വരുന്നത്. അതുകൊണ്ട് അവന് റെക്കോർഡ് ചെയ്ത് വെച്ചോ. കേസ് കോർഡിനേറ്റ് കഴിഞ്ഞിട്ട് എനിക്ക് നിങ്ങൾ രണ്ടുപേരും ഓക്കെ. അപ്പൊ അങ്ങനെ നമ്മൾ പക്ഷെ വിദ്യയുടെ ഫാൻസ്, വിദ്യ എപ്പോഴും വരുന്നു വിചാരിക്കേണ്ട, വിദ്യ വല്ലപ്പോഴും അറിയാതെ വൈകിച്ചു. ഓക്കെ, അപ്പൊ നിങ്ങള് ഓണം നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യത്തിൽ നമുക്ക് വലിയ സംഭവമായിട്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ നിങ്ങളത് ഇഷ്ടപ്പെട്ടോ? നമ്മളൊരു പൈസ 1000 പേരെങ്കിലും ഒരാളുണ്ടെങ്കിൽ അത് വരാതിരുന്നവർക്കാണ് അതിന്റെ ഒരു മിസ്സിങ്. മനഃപൂർവ്വം വരാതിരിക്കുന്ന എല്ലാവർക്കും ഓരോ കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. പക്ഷെ സെലിബ്രേഷൻ ഡേയ്സുകളിലെങ്കിലും വരാൻ അത് വേണ്ട മുടങ്ങാതെ ക്ലാസ് വരുന്നവർ അത് വന്നാൽ മതി. ഓക്കെ, അപ്പൊ നിങ്ങൾ എൻജോയ് ചെയ്തോ? ഇതുപോലെ കുറെ അപ്പുറത്ത് കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മുടെ ഒഫീഷ്യലി പായസം തുടങ്ങി. ഓക്കെ, അപ്പൊ ഒഫീഷ്യലി 2024 ഓണാഘോഷങ്ങൾ നമ്മൾ നമ്മുടെ കിടിലോണത്തോടുകൂടി വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഇനി അടുത്ത വർഷം ഇതിനും ഭംഗിയായിട്ടുള്ള ഒരു ഓണം ആഘോഷിക്കാൻ നമുക്ക് എല്ലാവർക്കും ഭാഗ്യം ഉണ്ടാവട്ടെ. അതിന് മുന്നേ ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു താവര ബാക്കിലുള്ളവർക്ക് കാണാൻ വേണ്ടത്